കോപ്പ ഡെൽ റേയിൽ റയൽ മാഡ്രിഡ് വേഴ്സസ് സെൽറ്റ വിഗോ മാച്ച് നടന്നു. ആ ഒരു മത്സരത്തിൽ റയൽ 5-2 വിൻ ചെയ്തു. എക്സ്ട്രാ ടൈമിൽ പോയിട്ടാണ് ഈ ഒരു വിജയം കരസ്ഥമാക്കുന്നത്. അപ്പോൾ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിരിക്കുന്നത് എൻട്രിക്കാണ്. സൂപ്പർ സബായി വന്ന് ഈ ഒരു 2-2 സമനിലയിൽ വലിയൊരു ഷിഫ്റ്റ് ക്രിയേറ്റ് ചെയ്തൊരു പ്ലെയറായിരുന്നു എൻട്രിക്ക്. അപ്പോൾ ഈ ഒരു വിജയം റയൽ കരസ്ഥമാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഒരു മാച്ചിലെ റഫറി കുറച്ച് ബയസ്ഡ് ആയിരുന്നു. കുറച്ചെല്ലാം നല്ല രീതിയിൽ ബയസ്ഡ് ആയിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു മാച്ചിൽ ലുനിൻ സെൽറ്റ വിഗോ പ്ലെയറിന് പെനാൽറ്റി ബോക്സിൽ വെച്ചിട്ട് ഫൗൾ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലിയർ റെഡ് കാർഡാണ്, പെനാൽറ്റി വരേണ്ട ഒരു കാര്യമായിരുന്നു. കാരണം ഈ കഴിഞ്ഞ സൂപ്പർ കപ്പിലും ഇതേ സിമിലർ ഫൗൾ തന്നെയാണ് ഷെസ്റ്റിയുടെ ഭാഗത്ത് എംബാപ്പയ്ക്ക് ലഭിച്ചത്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള ടാക്കിൾ എന്ന് പറയുന്നത് ഹാർഷ് ആയിരുന്നില്ല, പകരം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടാക്കിളായിരുന്നു. പക്ഷേ റൂൾസ് പ്രകാരം ടാക്കിൾ നടന്നിട്ടുണ്ടോ അത് റെഡ് കാർഡാണ്. അങ്ങനെയാണ് ഷെസ്റ്റിക്ക് റെഡ് കാർഡ് ലഭിക്കുന്നത്. അപ്പോൾ അതേ സിമിലർ ഫൗൾ പെനാൽറ്റി ബോക്സിനുള്ളിൽ വെച്ച് നടക്കുമ്പോൾ പ്ലെയറിന് എന്തായാലും, അതായത് ലുനിൻ എന്ന് പറയുന്ന പ്ലെയറിന് എന്തായാലും റെഡ് കാർഡും അതേപോലെ തന്നെ സെൽറ്റ വിഗോക്ക് പെനാൽറ്റി ലഭിക്കേണ്ട ഒരു സിനാറിയാണ്. പക്ഷേ റഫറി അത് കൊടുത്തില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരിക്കും വാറൊക്കെ ഉണ്ട്, പ്രോപ്പറായിട്ട് റീചെക്ക് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതൊന്നും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ ഈ ഒരു സെൽറ്റ വിഗോ ഒരു കൗണ്ടർ അറ്റാക്ക് നടത്തി. ആ ഒരു കൗണ്ടർ അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് ഒരു ഷോട്ട് അറ്റംപ്റ്റ് നടത്തിയപ്പോൾ റുഡിഗറിൻ്റെ കയ്യിൽ ബോൾ ടച്ച് ആയിട്ടുണ്ടായിരുന്നു. അതിലും പെനാൽറ്റി കൊടുത്തിട്ടില്ല. ഡിസേർവ് ചെയ്യുന്ന 2 ചാൻസ് റഫറി നൽകിയില്ല എന്ന് വേണം പറയാൻ. അതേപോലെ തന്നെ ഈ ഒരു മാച്ചിൽ ഏതൊരു പ്ലെയർ റയൽ മാഡ്രിഡിൻ്റെ താരം ബാക്കിൽ നിന്ന് ഫൗൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനും പ്രോപ്പറായിട്ടുള്ള ഒരു ഡിസിഷനോ കാര്യങ്ങളോ എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു മാച്ചിലുള്ള റഫറി കുറച്ച് ബയസ്ഡ് ആയിരുന്നു, കുറച്ചെല്ലാം നല്ല രീതിയിൽ ബയസ്ഡ് ആയിരുന്നു. ആ ബയസ്ഡ് ആയതുകൊണ്ടാണ് സെൽറ്റ വിഗോക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതെ പോയത്. ഈ ഒരു മാച്ചിൽ ഇപ്പോൾ റയൽ വിൻ ചെയ്താലും സെൽറ്റ വിഗോ ഡിസേർവ് ചെയ്യുന്ന ചില ഗോൾസ് ഉണ്ട്. അത് മിസ്സായത് റഫറിയുടെ ബയസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് കൊണ്ടാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതേ സിമിലർ ഫൗൾ ഇനി ഭാവിയിൽ ബാസ് ചെയ്യുമ്പോൾ അവിടെ പെനാൽറ്റിയും കാര്യങ്ങളായിട്ട് വരരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതേ സിമിലർ ഫൗൾ ബാസ് ചെയ്യുമ്പോൾ അത് പെനാൽറ്റി, റെഡ് കാർഡ് കാര്യങ്ങളായിട്ട് മാറുന്നതും അത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ ഒന്നിക്ക് ഈ റൂൾ എല്ലാ മാച്ചസിലും അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മാച്ചസിൽ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. ഇതിലേതെങ്കിലും ഒരു ഡിസിഷനിലേക്ക് വരാം. അല്ലാതെ ചില ക്ലബിന് മാത്രം ഇത്, ചില ക്ലബിന് ഇങ്ങനത്തെ കാര്യങ്ങളില്ല എന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ശരി, റയൽ മാഡ്രിഡ് ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തവണത്തെ ക്വാർട്ടർ ഫൈനൽസിൽ ബാസ, വലൻസിയ, ഗെറ്റാഫെ, ലെഗനസ്, അത്ലറ്റികോ മാഡ്രിഡ്, ഓസസൂണ, റയൽ, അതേപോലെ തന്നെ റയൽ സൊസൈറ്റിയാണ് ഉള്ളത്. അപ്പോൾ ഇത്തവണത്തെ ക്വാർട്ടർ ഫൈനൽസിൽ ബാസ ആരായിട്ടാണ് ഏറ്റുമുട്ടാൻ വേണ്ടി പോകുന്നതെല്ലാം കണ്ടുതന്നെ. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് എടുത്തുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ